ട്രക്ക് കണ്ടെത്തിയെന്നുള്ള സ്ഥിരീകരണം വരുന്നു. ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ ഓടിച്ച ലോറിയാണിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത്. എക്സ്കവേറ്റർ ബൂം ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത്. കാർവാർ SP ആണ് ലോറി കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകാൻ ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, നമ്മൾ ഈ അത്യാധുനിക യന്ത്രങ്ങൾ എത്തിച്ചത് ഫലം കണ്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു. ഇനി ഈ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഇപ്പോൾ പുരോഗമിക്കുന്നത്. എങ്കിലും എത്രമാത്രം തടസ്സങ്ങൾ മുന്നിൽ നിൽക്കുന്നുണ്ട്? കാലാവസ്ഥയൊക്കെ പ്രതികൂലമായി ബാധിക്കുന്നില്ലേ? ശ്രുതി, ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമായ വാർത്ത അർജുന്റെ ലോറി കണ്ടെത്തി എന്നുള്ളതാണ്. ഇനി ഏറ്റവും ദുഷ്കരമായ ഒരു ദൗത്യം ഈ ലോറി പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. ഈ 20 മീറ്റർ ആഴത്തിലാണ് ഈ പുഴയിൽ ഈ ലോറി ഉള്ളത് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. അതായത് കരയിൽ നിന്ന് 20 മീറ്റർ മാറിയാണ് ഇത്തരത്തിൽ പുഴയും കരയും ചേരുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ ലോറി ഉള്ളതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ 1.5 മണിക്കൂറായി ഇപ്പോൾ മഴ തുടരുന്ന ഒരു സാഹചര്യമാണ്. കനത്ത മഴയാണ് ഇപ്പോൾ ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോറി പുറത്തെത്തിക്കുക എന്നുള്ളത് ശ്രമകരമായ ദൗത്യമാണ്. ഈ ലോറി പുറത്തെത്തിക്കുന്നതിൽ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നാമത് ഈ കരയും പുഴയും ചേർന്ന ഭാഗത്ത് ഈ കരയിൽ നിന്ന് വലിയ രീതിയിൽ മണ്ണ് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോറി പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ലോറിയുടെ ഒരു ഭാഗം പുഴയുടെ തീരത്തും ഒരു ഭാഗം കരയുമായി ചേരുന്ന ഭാഗത്തുമാണ്. അതുകൊണ്ട് തന്നെ ഈ കരയിൽ വലിയ രീതിയിൽ മണ്ണെടുത്ത് മാറ്റിയെങ്കിൽ മാത്രമേ നിലവിൽ ഈ കര ഈ ലോറി പുറത്തെത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മണ്ണ് കുതിർന്ന് കിടക്കുന്നത് കൊണ്ട് തന്നെ മണ്ണെടുക്കും തോറും മുകളിൽ നിന്ന് മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയാണ് നിലവിൽ ഉള്ളത്. മാത്രവുമല്ല ഈ ജലാശയത്തിൽ നിന്ന്, അത് ഈ ഗംഗാവലി പുഴയുടെ ഈ ഭാഗത്ത് നിന്ന് മണ്ണ് കോരുമ്പോൾ ശക്തിയായ രീതിയിൽ പുഴയിലെ വെള്ളം ഈ കരയിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പുഴയിൽ നിന്ന് വെള്ളം അടിച്ചു കയറുമ്പോൾ ഈ കരയിലെ മണ്ണ് കുതിരാനുള്ള സാധ്യതയും വീണ്ടും റോഡ് അപകടത്തിലാകാനുള്ള സാധ്യതയുമാണ് കാണുന്നത്. ഇതാണ് ഈ ലോറി പുറത്തെത്തിക്കുന്നതിൽ ഏറ്റവും നിർണായകവും ഏറ്റവും ദുഷ്കരവുമായ ഒരു ദൗത്യം എന്ന് പറയുന്നത്. നിലവിൽ റോഡ് സംവിധാനങ്ങൾ റോഡിൽ അടിഞ്ഞിരുന്ന മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു അടിയന്തര സാഹചര്യത്തെ നേരിടാൻ കഴിയുന്ന രീതിയിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാത്ത രീതിയിൽ ആണ് ഇത്തരത്തിൽ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ശുഭപ്രതീക്ഷയിലാണ്. സൂക്ഷ്മമായി മണ്ണ് നീക്കുന്ന പ്രക്രിയകളാണ് ഇപ്പോൾ നടക്കുന്നത്. കൂടുതൽ ബൂമറുകൾ, അതായത് ബൂം എക്സ്കവേറ്ററുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ മണ്ണ് നീക്കം ചെയ്യേണ്ടതായി വരും. കാരണം അതായത് ഈ പുഴയിലേക്ക് എത്തുന്ന കുറച്ച് അധികം ദൂരമുണ്ട്. മറ്റ് ഹിറ്റാച്ചികൾക്ക് ഇത്രയും നീളത്തിൽ ഉള്ള മണ്ണ് എടുത്തു മാറ്റുന്നതിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു പക്ഷേ ദുഷ്കരവും സാധ്യവുമല്ലായിരിക്കാം. അതുകൊണ്ട് തന്നെ കൂടുതൽ ബൂമറുകൾ ഈ മേഖലയിൽ എത്തിച്ചുകൊണ്ട് ഈ രക്ഷാദൗത്യം, ഈ ലോറി പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നാവികസേന ഈ ലോറി കൃത്യമായി കണ്ടെത്തി ഇതിന്റെ ഹുക്ക്, അതുപോലെ തന്നെ ഈ ലോറി പുറത്തെത്തിക്കാൻ വേണ്ട ക്രമീകരണങ്ങളായിരിക്കും നടത്തുക എന്നൊരു സ്ഥിരീകരണം കൂടിയുണ്ട്. ഇപ്പോൾ ഹെലികോപ്റ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാലാവസ്ഥ മഴ മാറുന്ന ഘട്ടത്തിൽ ഈ പ്രവൃത്തികളെല്ലാം തന്നെ പുനരാരംഭിക്കും. ഇപ്പോൾ മന്ദഗതിയിലാണ് നടക്കുന്നത്. ശക്തമായ ജോസഫ്, അതായത് നേരത്തെ തന്നെ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിലും സൈന്യത്തിന്റെ പ്രവർത്തനം ഉണ്ടാകുമെന്ന്. എങ്കിലും ജോസഫ് പറഞ്ഞ നിലയ്ക്ക് കാലാവസ്ഥ വളരെ രീതിയിൽ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടല്ലോ. നേരത്തെ തന്നെ ഈ സ്കൂബ ടീമൊക്കെ തെരച്ചിൽ നിർത്തി എന്നുള്ള തരത്തിലൊക്കെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ക്രെയിൻ മണ്ണ് മാറ്റുന്ന സമയത്താണ് ഇത്തരം വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ സ്കൂബ ടീം ഇതിലേക്ക് ഇറങ്ങി ഉള്ള ഒരു പരിശോധനയൊക്കെ നടത്തേണ്ടതുണ്ടല്ലോ. അതൊക്കെ എത്രമാത്രം ഈ അടിയൊഴുക്കും ഈ ശക്തമായ മഴയും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്രമാത്രം തടസ്സമാണ് ഇതിനെ സൃഷ്ടിക്കുന്നത് എന്നുള്ള കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ടല്ലോ.
ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്കൂബ ടീമിന് ഈ ചെളിയിൽ ഇറങ്ങി പരിശോധന നടത്തുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളിയാണ്. കാരണം ഇത്തരത്തിൽ കൃത്യമായി മണ്ണടിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ പുഴയിൽ വലിയ രീതിയിലുള്ള ഈ ഒഴുക്കുമുണ്ട്. മാത്രവുമല്ല ഈ പുഴയുടെ നീളം അതുപോലെ വീതിയും വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാദൗത്യത്തിൽ സ്കൂബ ടീമിന് എങ്ങനെ പ്രതികരിക്കാൻ സാധിക്കും, എങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നവും അതുപോലെ തന്നെ അവരുടെ മുൻപിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയുമാണ്. ഒരു പക്ഷേ സ്കൂബ ടീമിന് ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയാൽ കരയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രോളിക് ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്താൻ സാധിക്കുമായിരിക്കും. ഈ ഒരു സാധ്യതയാണ് അവർ ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക. അതിനുശേഷമായിരിക്കും മറ്റ് മണ്ണ് എടുക്കുന്നത് പോലെയുള്ള ജോസഫ്, ഞാൻ തിരിച്ചെത്താം ഇപ്പോൾ.